അല്ല, അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നായിരുന്നല്ലോ പരാതിയുടെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് DGP ഈ പറയുന്ന വിജിലൻസ് അന്വേഷണത്തിന് അനുമതി ചോദിച്ചത്. അതിപ്പോൾ ഗവൺമെൻറ് അനുമതി കൊടുത്തു. അത് അന്വേഷണത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ SITയുടെ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പരാതി ഇന്നലെ കൈമാറിയിട്ടുണ്ട്. പാർട്ടിയുടെ സെക്രട്ടറി സ്ഥലത്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഈ പറയുന്ന വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ സ്വാഭാവികമായും ആ പരാതി പരിശോധിക്കുകയും ആ പരാതിക്ക് മേൽ നടപടികൾ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പാർട്ടി ആലോചിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നൽകിയ പരാതിയിൽ എവിടെ ഇപ്പോൾ പോലീസ് SIT അന്വേഷിക്കുന്നത്? SIT അന്വേഷിക്കുന്നതിൽ അവർ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം, അത് അന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഉണ്ടായിരുന്ന എനിക്കിപ്പം മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ അനധികൃതമായി പൈസ ഉണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി സുജിത് ദാസ് IPS നിർമ്മിച്ച നിയമവിരുദ്ധമായ ഒരു പെർമിഷനുമില്ലാത്ത കെട്ടിടം, അത് അദ്ദേഹത്തിന് ഇവിടുത്തെ ബിസിനസ്സുകാരിൽ നിന്നും പ്രത്യേകിച്ചും കോറി ക്രഷർ ബിസിനസ്സുകാരിൽ നിന്നും പണം പിരിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ വന്ന ഈ ഓർഡറിൽ അത് കാണുന്നില്ല. അതുകൊണ്ട് DGPക്ക് ഒരു കത്ത് കൂടി ഇന്ന് തന്നെ ഈ കാര്യം കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ കൂടി ഇന്ന് നൽകുന്നതാണ്. PV അൻവറിനെതിൽ വിജയവുമില്ല പരാജയമില്ല. നിങ്ങളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. PV അൻവർ ഒരു വിജയത്തിനോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പേരെടുക്കാനോ വേണ്ടി ഇറങ്ങിയതല്ല. ഇത് ജനങ്ങളുടെ ഒരു വിഷയമാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ വിഷയമാണ്, ഈ പാർട്ടിയുടെ വിഷയമാണ്. അതാണ് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അത് പാർട്ടിയും ജനങ്ങളും ഗവൺമെൻറ്റും വളരെ സീരിയസ് ആയി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അദ്ദേഹം തീർത്ത് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ഘട്ടം അത് ഒന്നാം ഘട്ടമായിരുന്നു. അത് ഉണ്ടായില്ല. ഉണ്ടാകാതിരിക്കാൻ കാരണമുണ്ട്. കാരണം പ്രൈമ ഫേഷ്യ ഈ അന്വേഷണം SIT നടത്തട്ടെ എന്നിട്ട് ആലോചിക്കാമെന്നായിരുന്നു ഗവൺമെൻറ് നിലപാട്. അത് ആ ഘട്ടത്തിൽ ഞാൻ അംഗീകരിച്ചതാണ്. ഇപ്പോൾ ഉള്ള വിഷയം, ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ അടിസ്ഥാനപരമായി അത്യാവശ്യം കഴമ്പുണ്ട് എന്ന് SITക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തിട്ടുള്ളത്. ആ ശുപാർശയാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും പെർമിഷൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയല്ല, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണം.